സ്നേഹമാണഖില സാരമൊഴി. യാക്കോബ് അപ്പോസ്തലൻ്റെ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 26 വരെ. ധ്യാനത്തിനായിട്ട് 20-ാം വാക്യം. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ഒരിക്കൽ കുഷ്ഠരോഗിയായ ഒരു ഭിക്ഷക്കാരൻ ഒരു വീട്ടിൽ ചെന്നു. ഗൃഹനായിക 1 രൂപ തൊട്ടെടുത്തുകൊണ്ട് അടുത്തു ചെന്നു. എവിടെയാ വീട് എന്ന് അയാളോട് ചോദിച്ചു. കുഷ്ഠരോഗിക്ക് വീടോ? ആർക്കും വേണ്ടാത്ത ഇവൻ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നു. നേരം വൈകുമ്പോൾ വല്ല മരച്ചുവട്ടിലോ കടത്തിനയിലോ കിടന്നുറങ്ങും. അങ്ങനെ എൻ്റെ യാത്ര തുടരുകയാണ് അമ്മ, ആ കുഷ്ഠരോഗി പറഞ്ഞു. പിന്നീട് അയാൾ സ്ഥലം വിട്ടു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ മനുഷ്യൻ അതേ വീട്ടിൽ ചെന്നു. വീട്ടമ്മ ഇറങ്ങിച്ചെന്ന് ചോദിച്ചു, ഇത്ര നാളും എവിടെയായിരുന്നു? ഞാൻ ഊര് ചുറ്റി നടക്കുകയായിരുന്നു. വീണ്ടും ഞാൻ ഇവിടെ തന്നെ വന്നു. അമ്മ തരുന്ന 1 രൂപ തൊട്ടിന് വേണ്ടിയല്ല ഞാൻ വീണ്ടും വന്നത്. പിന്നെ എന്തിനാ? അത് പറയാം. പലരും അകലെ നിന്നുകൊണ്ട് എനിക്ക് പിച്ചക്കാശ് എറിഞ്ഞു തരും. ചിലർ പറയും, അങ്ങ് അകലെ നിന്നാൽ മതി, സ്വയം കടത്താൻ വന്നിരിക്കുന്നു തെണ്ടിപ്പരീക്ഷകൾ. ചിലർ ഒന്നും തരാതെ വിരട്ടി ഓടിക്കും. സത്യം പറയട്ടെ, അമ്മ തരുന്ന 1 രൂപയേക്കാൾ ഞാൻ വിലപ്പെട്ടതായി കരുതുന്നത് സ്നേഹപൂർവ്വം അമ്മ പറയുന്ന ഒരു വാക്കാണ്. വീണ്ടും ഞാനിവിടെ വന്നത് അമ്മയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ കേൾക്കാനാണ്. ഈ കുഷ്ഠരോഗിയെ പോലെ സ്നേഹത്തിനായി ദാഹിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അകലെ നിന്നും കൊണ്ട് പിച്ചക്കാശ് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നവരായിരിക്കാം നമ്മൾ. ശല്യം ഒഴിവാക്കാൻ വേണ്ടി വല്ലതും കൊടുത്ത് തുലയ്ക്കുന്നവരായിരിക്കാം നമ്മിൽ ചിലർ. എന്നാൽ നാം എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടിനേക്കാൾ അധികം അവർക്കാവശ്യമുള്ളത് ഒരിറ്റ് സ്നേഹമാണെന്നുള്ളത് നാം മറക്കരുത്. ആദ്യം സ്നേഹിക്കുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്ന് സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത് സ്നേഹത്തിൻ്റെ പരമ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. സ്നേഹരഹിതമായ ധർമ്മം കൊടുക്കലും വഴിപാടർപ്പിക്കലും കൊണ്ട് ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടാകുമെന്ന് ചിലരെങ്കിലും കരുതാറുണ്ട്. സ്നേഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. എന്തെന്നാൽ ദൈവം സ്നേഹം തന്നെയാണ്. എന്നാൽ സ്നേഹസ്വരൂപനായ ദൈവത്തെ നമ്മുടെ സ്നേഹപൂർവകമായ പ്രവൃത്തികളിൽ കൂടി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് പകരം സ്നേഹശൂന്യമായ സൽക്കർമ്മങ്ങൾ കൊണ്ട് ദൈവത്തെ മറച്ചു പിടിക്കുന്നവരല്ലേ നാം. സ്നേഹത്തിൽ കൂടിയല്ലാതെ ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധ്യമല്ല. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള അന്വേഷണത്തിൻ്റെ അന്തർധാര എല്ലാ മനുഷ്യരിലുമുണ്ട്. ഈ അന്വേഷണം പൂർത്തീകരിക്കപ്പെടുന്നവരെ മനുഷ്യാത്മാവ് സ്നേഹം തേടി അലയുകയാണ്. ഓർക്കണമേ, പ്രബോധനമല്ല പ്രവൃത്തിയാണ് പ്രധാനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.